ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ടോ മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കപ്പൽ യാത്ര വീഡിയോ ആയിട്ടാണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എത്രയായിരുന്നു നിങ്ങളെ ഇതിൻ്റെ ബഡ്ജറ്റ്, എത്രയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു, രസമായിരുന്നോ, അതുപോലെ എങ്ങനെയാണ് പോയത്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് കുറച്ച് ലേറ്റായി, ഇത്തിരി ബിസി ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇനി വീഡിയോ ഒന്ന് കാണാം. നമ്മൾ റൂമിലെത്തി ഫ്രഷ് ആകുന്നതിന് മുമ്പ് തന്നെ അവർ അവിടെ ഒരു ഹാളിലോട്ട് വരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് വിളിച്ചു കേട്ടോ. അപ്പം നമ്മൾ അവിടെ ചെന്ന് ഇനി അവിടുത്തെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കഥകളൊന്നുമില്ല കേട്ടോ. അപ്പം മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവിടെ നമുക്ക് ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ ഉണ്ടല്ലോ സേഫ്റ്റി ജാക്കറ്റ് ഇടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ബോട്ട് നീങ്ങിയിട്ടൊന്നുമില്ല, നമ്മളാ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. അപ്പം മീറ്റിങ്ങിന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വെയിൽ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കേട്ടിട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ സെക്യൂരിറ്റി അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു പോകാൻ പറ്റില്ല സാർ, മാഡം ഇവിടെ ഇപ്പുറത്ത് ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലത്ത് നമ്മൾ ഇരുന്നിട്ട് ആ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫുള്ള് കേട്ടിട്ട് നമ്മളെ താഴേക്ക് റൂമിലോട്ട് പറഞ്ഞയച്ചത് കേട്ടോ. അപ്പം റൂമിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ ആ ഹാളൊക്കെ മൊത്തം ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ മേലെ 10ാം നിലയിലോട്ട് വന്ന് അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ പുറത്ത് തന്നെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്, അവിടെ ടീ ഒക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ എടുത്ത് കുടിക്കാൻ. അപ്പോൾ അതാ നമ്മൾ മേലേക്ക് കയറി സ്റ്റെപ്പൊക്കെ കയറി ഫുൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ കേട്ടോ. നല്ല വെയിലാണ്, എന്തായാലും ചെന്ന് കയറിയതാണല്ലോ, അപ്പം കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് റൂമിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ടീ ടൈം ആയിട്ടോ. ടീ ടൈം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു സംഭവം തന്നെ കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നല്ല ന്യൂഡിൽസ്, ഒരുപാട് പലഹാരങ്ങൾ കേട്ടോ, നല്ല വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെല്ലാതും ഒന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വയറ് നിറച്ച് സ്നാക്സും ന്യൂഡിൽസും നല്ല മസാല ടീ ഒക്കെ കുടിച്ച് നമ്മളിതാ ഇനി റൂമിലോട്ട് പോവുകയാണ്. നമ്മൾ 4th ഫ്ലോറിലാണ് കേട്ടോ. എന്തൊക്കെയോ ഒരു പെണ്ണുമ്പിള്ള പറയണ്ട, നമുക്ക് പോയിക്കല്ലേ, എന്തൊക്കെയാണ് പറയണ്ട്. ലിഫ്റ്റില് കയറിട്ടാ കുഞ്ഞാക്കും നല്ല കൂർക്ക വലിച്ചുറങ്ങുക അല്ലേ. കുഞ്ഞാക്ക് ഉറങ്ങിക്കോട്ടെ. നമ്മള് മെല്ലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മെല്ലോട്ട് ഇവര് നമ്മള് ഇവിടെ വന്നപ്പോ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇവര്. നമ്മള് വെള്ളത്തില് വെള്ളത്തില് മുക്കാൻ കൊണ്ടാണ് പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ. അല്ല തസ്നീനെ വിളിക്കണ്ടേ? തസ്നി എവിടെയാവോ? ഇല്ല. വാവ്, പൊളി 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 പൊളി. പൊളിയായിട്ട് സംഭവം, നല്ല രസമുള്ള കാഴ്ചകൾ. നമ്മൾ മേലത്തൊന്ന് പോവുകയാണ്. തസ്നീനെ കണ്ടു കിട്ടിയിട്ടില്ല. ഇവിടെ എന്താ പറയാ, കപ്പലിന്റെ ഉള്ളില് റൂമിന്റെ ഉള്ളില് റേഞ്ച് കുറവാണ്. നമുക്കിവിടെ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പം റേഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തസ്നീനെ കിട്ടിയിട്ടില്ല. അവള് റൂം നമ്പറൊക്കെ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അവളെയും കൂട്ടിയിട്ട് മേലെ കയറാൻ പോവാം. അപ്പം കപ്പൽ പുറപ്പെട്ടപ്പോഴേ റേഞ്ച് ഉണ്ടായെന്നുള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് കുറച്ച് നടുക്കടലിലേക്കാണ് ചെന്നപ്പം റേഞ്ചൊക്കെ പോയി കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരായിട്ടൊരു കോൺടാക്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ഒരാളെ വിളിക്കാനോ എവിടെ ചോദിക്കാനോ പറ്റില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു കാര്യം ചെയ്തു, ഇങ്ങനെ ഇത്ര സമയം 5 മണിക്ക് ഇങ്ങനെ ഇത്ര ഫ്ലോറിൽ എത്തണം, അങ്ങനെയൊക്കെ മീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരെ റൂമിൻ്റെ നമ്പറും നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് വെച്ചു. അപ്പം നമുക്ക് റൂം പെട്ടെന്ന് മറക്കൂലല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു കോർണറിലൊക്കെ എത്തുമ്പോൾ BSNL അതുപോലെ വോഡാഫോൺ ഐഡിയ ഒക്കെ ആക്കിയ സിമ്മൊക്കെ ഇടയ്ക്ക് റേഞ്ച് കിട്ടിയിട്ട് കാണാണ്ടായിരുന്നില്ല. അപ്പം കണ്ടുമുട്ടിയിട്ട 4 കണ്ടുമുട്ടിയിട്ടുണ്ട്. നടക്കുന്നത് ഞാൻ അവിടെ പോയി നല്ല അടിപൊളി പിന്നെ അതിനിടയ്ക്ക് ഈ ഒരു ഏരിയ കണ്ടു, ഇവിടെ നല്ല ഡാൻസ് ഉണ്ടാവും കേട്ടോ. നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ട്, അതുപോലെ രാത്രി നല്ല ഡാൻസ് ആവും. വൈകുന്നേരം നല്ല കാറ്റാട്ടോ. നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം വിചാരിച്ചിട്ട് മേലത്തെ ഫ്ലോറിൽ വന്നതാണ്. കണ്ടോ, ഒരു എന്താ പറയുക, തൊപ്പിയൊക്കെ പാറി പോവുമായിരുന്നു കേട്ടോ. ഇങ്ങനെ കൈകൊണ്ട് മെറുക്കി പിടിച്ചേക്കുമായിരുന്നു.
എന്തായാലും സംഭവം പൊളിയായിരുന്നു കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അടുക്കടയിൽ കൂടെ അങ്ങനെ പോവാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു ബോറടി ഉണ്ടായിട്ടില്ല അതിൻ്റെ ഉള്ളിൽ. നമ്മളിപ്പം എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ടില്ല പോയത്. നല്ല രസമായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. 2 ദിവസം ഫോണും ഇല്ല, എന്താ പറയുക, പിന്നെ മൊബൈൽ ഫോൺ നോക്കണ്ട, എല്ലാവരും കഥകൾ പറഞ്ഞ് എന്താ പറയുക നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമായിരുന്നു കേട്ടോ. കുറേ ഫോട്ടോസ് എടുക്കും, അതിനിടയ്ക്ക് അപ്പുറത്തുനിന്ന് പോകും ഇപ്പുറത്തുനിന്ന് പോകും. പിന്നെ അതിനിടയ്ക്ക് ഇവരുടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് ഓരോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് നമുക്കിങ്ങനെ 4th ഫ്ലോറിന് ഇന്ന സമയത്ത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സമയമായിരുന്നു കേട്ടോ. ഒരു വലിയ തിയേറ്റർ ഉണ്ടായിരുന്നു, അതിൽ വെച്ചിട്ടായിരുന്നു. നല്ല അടിപൊളി, എന്താ പറയുക, നല്ല കണ്ണിനും കാതിനും കുളിർമയുള്ള നല്ല എന്താ പറയുക ഒറിജിനലിന് വെല്ലണ അതുപോലുള്ള സിനിമയൊന്നും ഒന്നുമല്ല, അത്രയും രസമുള്ള സ്കിറ്റ് ഡാൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ കണ്ണ് എന്താ പറയുക കണ്ണ് മഞ്ഞളിച്ച് പോകുമെന്നറിയില്ല, അങ്ങനെ അത്രയും രസമുള്ള സുന്ദരിമാരും സുന്ദരന്മാരൊക്കെ ആയിട്ടുള്ള ഡാൻസും പ്രോഗ്രാമൊക്കെ ആയിട്ട് രാത്രിയും ഒരു 2 ദിവസം അടിച്ച് പൊടിച്ചു കേട്ടോ. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ. ചിലത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂലായിരുന്നു, അവർ പറഞ്ഞിരുന്നു കേട്ടോ വീഡിയോ എടുക്കരുതെന്ന്. അപ്പോൾ നമ്മളത് ഇതിൽ പെടുത്തിയിട്ടില്ല. അപ്പം അത് ഒരു പ്രത്യേക എന്താ പറയുക, ശരിക്കും നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ ഒറിജിനലായിട്ട് അഭിനയവും എല്ലാം കണ്ടു കേട്ടോ. നല്ല രസമായിരുന്നു സംഭവം. പിന്നെ ഇങ്ങനെ ഒരു ഏരിയയിൽ ഇതുപോലെ പാട്ട് മ്യൂസിക്കായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുക. അതുപോലെ എന്താ പറയുക ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ലഞ്ച്, വൈകുന്നേരം സ്നാക്സ്, ചായ, ടീ, അതുപോലെ മസാല ടീ, കോഫി, എന്താ വേണ്ടത് വെച്ചാൽ എല്ലാം ഉണ്ട്. അതുപോലെ രാത്രി ഡിന്നർ എല്ലാം പൊളിയാട്ടോ. ഒക്കെ നല്ല വെറൈറ്റി ഫുഡ്, നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കായിരുന്നു കേട്ടോ. കണ്ടിട്ട് വിലയിരുത്തരുത് കേട്ടോ. കണ്ടോ എല്ലാവരും കഴിക്കണ കണ്ടോ, അത്രേ ഉള്ളൂ. എന്നെ കണ്ട് വിലയിരുത്തരുത്, ഞാൻ കഴിക്കണ ഫുഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പം വെറുതെ കിട്ടിയെന്നല്ലേന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ. വീട്ടിൽ നിന്ന് ഇതുപോലെ തന്നെ നന്നായി കഴിക്കും. രാവിലെ 3-4 കോഴിമുട്ട കഴിക്കും. വരൂ ഇവിടെ ഇരിക്കും. വൈകുന്നേരം ഒരു വർക്കൗട്ട് ചാലഞ്ച്. ഇങ്ങോട്ട് വരും. രാവിലെ എന്താ കഴിച്ചത്? വൈറ്റ് ആണോ കഴിച്ചത്? എങ്ങനെയുണ്ട് മക്കളെ? അടിപൊളിയല്ലേ? നമ്മളെല്ലാതൊരു പ്ലേറ്റിൽ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഓടി നടക്കണ്ടല്ലോ. അടിപൊളിയാട്ടോ അല്ലേ ജസ്നി? ഇതെന്തിനപ്പം ഇങ്ങോട്ട് വന്നത്? സുമ ഇതെന്തിനപ്പം ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾക്ക് ഫോണും ഇല്ല, റേഞ്ചും ഇല്ല. ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കട്ടെ എല്ലാവരും. നല്ല രസമല്ലേ? നല്ല രസമല്ലേ? പണ്ടൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കൂലേ, ഇപ്പം എന്താ പറയുക ഫോണിൽ നെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും റൂമിലാവും. ഭയങ്കര നല്ല രസമുള്ളൊരു വൈബ് അല്ലേ? അപ്പോൾ ഒരു നൈറ്റ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് കയറി, 3 മണിക്ക് കയറി, വൈകിട്ട് സ്നാക്സൊക്കെ കഴിച്ച് രാത്രി ഡിന്നറൊക്കെ കഴിച്ച് അതിനിടയിൽ നമ്മളിങ്ങനെ കപ്പലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം നന്നായിട്ട് കപ്പൽ ഉലയുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പലിൻ്റെ മേലെ നിൽക്കുമ്പം ഒരു ലൈറ്റ് ഇങ്ങനെ മേലോട്ട് പൊന്തുണു താഴണു. നമ്മൾ എയറോപ്ലെയിനാണ് വിചാരിച്ചു, പക്ഷേ കപ്പൽ ഉലയുമ്പം ആ ഒരു ലൈറ്റ് ഇങ്ങനെ പൊങ്ങും ചെയ്യായിരുന്നു കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നിടത്ത് നന്നായിട്ട് കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ കുഴപ്പമില്ല, നമ്മൾ ലാസ്റ്റും അതുപോലെ മുന്നിലും ബാക്കിലും പോയി നിൽക്കുമ്പോഴായിരുന്നു പ്രശ്നം കേട്ടോ. അതും രാത്രിയാണ് കേട്ടോ അങ്ങനെ സ്പീഡ് കൂടിയത്.
കപ്പല് ലാഞ്ചാണേ. ഇതാ പോണത് ബാക്കിക്ക് വന്നോ അല്ലേ? നല്ല ഇളകണുണ്ടല്ലേ. ഇപ്പൊ രാത്രിയല്ലേ ആട് പാമ്പേ ആടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ. ഇതിന്ന് ഇറങ്ങിയാലും നമ്മളിങ്ങനെ ഔട്ട് പോവുക, റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ നടക്കും. പ്ലേറ്റ് എടുത്തത് എന്താടി കല്ലുമ്മക്കായേ വേരുന്തോ കടല എൻ്റെ മത് വല്ലാത്തൊരു ആട്ടായി പോയല്ലോ. മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് വരുമല്ലോ. ഇവിടെ ഒരാള് പപ്പടം കാണാത്ത പോലെ കപ്പൽ കേറിയപ്പോ എന്താ പപ്പടത്തിന് ഇത്ര ടേസ്റ്റ്. മക്കളെ ഞാനും ദസ്നിയും കണ്ട ഫുഡൊക്കെ കഴിച്ച് മയങ്ങിയിരിക്കുക കേട്ടോ. മയങ്ങിയിരിക്കണതും പോരാ, നമുക്ക് രാവിലെ നമ്മൾ ഉച്ചക്ക് ഒരു 3 മണിക്കല്ലേ കയറിയത്, അപ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ രാത്രി ആയപ്പോ ഇങ്ങനെ തലകറങ്ങണ വൊമിറ്റ് ചെയ്യാൻ എനിക്ക് വല്ലാണ്ടില്ല. തസ്നിക്ക് നല്ലോണം ഉണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷം. അതെ, ഡോക്ടർ ജവഹറിൻ്റെ ഞങ്ങളെ പ്രസിഡന്റാണ് റോട്ടറി. പുള്ളി ഞങ്ങൾക്ക് ഹോമിയോ മെഡിസിൻ തന്നു. അതും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താ നോക്കട്ടെ. അപ്പൊ ഇതാ ഞങ്ങൾക്ക് ജവഹർ സാർ ഒരു 8 മെഡിസിൻ അല്ലേ ഞങ്ങൾക്ക് രണ്ടാക്കും തന്നു. അത് കഴിച്ചിങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ സുഖമാവെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മണിക്കൊരു ഷോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോകുള്ളൂ കേട്ടോ. ആകെ തളർന്ന് കണ്ട ടയേർഡായിരുന്നു. ഇത് നമ്മളെ കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട് കേട്ടോ. നമുക്കുള്ള അനുഭവം പറയണല്ലോ എന്തായാലും. ഞങ്ങളെ അനുഭവം പറയണേ. കേറിയ ഒരു റൂമിലേക്ക് പോയോ? അല്ല, ഞാനും തസ്നി ഫുഡൊക്കെ ഫുഡ് കഴിച്ചപ്പോ ഞങ്ങൾക്കൊരു ആട്ടം എന്ന് പറഞ്ഞാൽ കപ്പൽ മൊത്തം ആടുകയാണ് കേട്ടോ. അപ്പൊ ഒരു സുഖമില്ല. അപ്പൊ എന്താ പറയാ, ഒന്ന് കിടക്കുക, ആകെ തല ഇറങ്ങല്ലേന്ന് പറഞ്ഞ ഒന്ന് കിടക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോഴാണ് നമ്മുടെ ജവഹർ ഡോക്ടർ സാർ ഞങ്ങക്ക് നല്ല കുഞ്ഞു എന്താ പറയാ ചെറിയ കടുക് മണി പോലത്തെ ഒരു മെഡിസിൻ തന്നു. 8 എണ്ണം. അതെ അല്ലേ? അത് കഴിച്ചപ്പോ ഞങ്ങൾ വീണ്ടും പുനർജനിച്ചു. ഇനി 10 മണിക്കൊരു ഡാൻസ് ഉണ്ട്, ഒരു ഷോ ഉണ്ട്. അതുവരെ ഞങ്ങളൊന്ന് കുഞ്ഞ റെസ്റ്റ് എടുക്കാൻ പോകും അല്ലേ? റെസ്റ്റ് എടുക്കാൻ പോവാ. റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങള് സർക്കസോ ഡാൻസോ കാണാൻ പോണേ. ഡാൻസിലടി എന്റെ റൂം എങ്ങോട്ടാ, ഇന്റെ റൂം എങ്ങോട്ടാ? ഒരാള് ചാവി എടുക്കാൻ പോയ, ലോക്ക് എടുക്കാൻ എന്താ പറയാ, കാർഡ് എടുക്കാൻ പോയതാട്ടെ. ജേസി അന്വേഷിച്ച് നടന്നിരുന്നപ്പോ തസ്നിനെയും അട്ടവാളം കേട്ടിട്ട് ഇവിടെ ഓടിയെത്തിക്കുകയാണ്. എന്റെ പെണ്ണിനെ ഒന്ന് കൊണ്ടുതരോ ചോദിച്ചു നടന്നിരുന്നു. നോക്കിട്ട് വാ, നമുക്ക് പോണ്ടേ, ഡാൻസ് കാണാൻ പോണ്ടേ? ആ 10:30. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ഏരിയയിൽ മേലെ 10ാം നിലയിൽ ഇങ്ങനെ ഡാൻസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിവിടെ നമ്മളെ തിയേറ്ററിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളി ഡാൻസ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ കളിച്ച പിള്ളേരൊക്കെ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടുത്തു കേട്ടോ. Now this is not it. Our lovely performers are going to come down, so all of you can.
അപ്പം ഇനി നമ്മൾ ഡാൻസും പാട്ടൊക്കെ കേട്ട് ഡാൻസും കളിയൊക്കെ കണ്ട് നമ്മൾ റൂമിലോട്ട് കിടക്കാൻ പോകും കേട്ടോ. നമ്മൾ റൂം തിരഞ്ഞ് നടക്കുക കേട്ടോ. തസ്നീൻ്റെ റൂം കണ്ടു. അതിങ്ങനെ ഓരോ സെക്ഷനാണ്. 41, 42, 43 അങ്ങനെയാണ്. ഇപ്പോഴത്തെ 46 അപ്പം 45 അങ്ങോട്ട് പോകേണ്ടി വരും. ഇറങ്ങി ഞങ്ങളിതാ അങ്ങോട്ട് തന്നെ മടങ്ങാണല്ലോ ഞങ്ങൾ മടങ്ങാണല്ലോ. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കാട്ടോ. ഞാൻ രാവിലെ തന്നെ എണീറ്റ് സുബിയൊക്കെ നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വന്നേക്കാം കേട്ടോ. സൺറൈസ് കാണാൻ വന്നേക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ കുഴപ്പമുണ്ടായിരുന്നില്ല, ഉദിച്ചിങ്ങനെ വരുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ഒരു മഴക്കാറ് കാരണം കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കപ്പലിൻ്റെ ലാസ്റ്റ് 10ാമത്തെ ഫ്ലോറിലാണ് കേട്ടോ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാപ്പി, ടീ, അങ്ങനെ ചുടുവെള്ളം, പാല് എല്ലാം ഉണ്ട് കേട്ടോ. അത് ഓപ്പൺ ഏരിയയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ ആരുമില്ല കേട്ടോ. എന്നെപ്പോലെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ നല്ല സൂപ്പറായിട്ട് എടുക്കാൻ പറ്റി. ഞാൻ ഏകദേശം എല്ലായിടം കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് നമ്മൾ വൈകിട്ട് വന്ന സമയത്ത് നല്ല കാറ്റായിരുന്നു കേട്ടോ. നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരത്തെ അത്ര കാറ്റില്ല. നമ്മൾ എണീറ്റ് റെഡിയായി. ആരും എണീറ്റിട്ടില്ല കേട്ടോ. ഒക്കെ മടിച്ചാണ്. ശനി രാവിലെ എണീറ്റിട്ടൊന്ന് അവിടെ പോയി വന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോൾ ആരും എത്തിയിട്ടില്ല. ഞാൻ കുളിച്ച് ഫ്രഷായി നല്ല കുട്ടിയായി ചായ പിടിക്കാൻ പോവാ. ആരും എണീറ്റിട്ട് പോലും ഇല്ല കേട്ടാ. നമ്മുടെ ശബന എണീറ്റിട്ട് പോലും ഇല്ല. നീക്കടി 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 നീക്കടി. ഇവിടെ 2 കപ്പിൾസ് ഹണിമൂൺ ട്രിപ്പിന് വന്നിക്കാണ്. ഇങ്ങോട്ട് നോക്ക ഓർക്കണേ. നീറ്റോളി കണ്ടോളും. ക്യാമറ ഓഫ് ആക്കൂല. എന്നാ ശരി, ഞങ്ങള് പോട്ടെ. വൈഫിന് ചായയും കൊണ്ടുവരുന്ന നമ്മുടെ കുര്യാക്കോസ് സാറിനെ കണ്ടോളി. ഗുഡ് മോർണിംഗ്. ഞങ്ങളൊക്കെ എപ്പ കുടിച്ച് വൈഫിന് ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണ് സ്നേഹം. ഇതൊക്കെ കാണട്ടെ റോട്ടറി മെമ്പേഴ്സ്. വേണ്ട ഒരു കാപ്പി വൈഫിനും. ഞാൻ കാലി കുടിച്ച് ഇറങ്ങി. ഞാൻ രാവിലെ പോയി. രാവിലെ വന്നിട്ട് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഹലോ. എവിടെയാണ് നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ? അവിടെ ഉണ്ട്. റെഡി ആവുള്ളൂ. എവിടെ നിങ്ങള് പൊണ്ടാട്ടി? അപ്പൊ മക്കളെ കണ്ടോ, ഒരു വക്കീലാത്രേ. രാവിലെ കുളിച്ചിട്ടില്ല. രാവിലെ കുളിച്ചിട്ടില്ല, ഫ്രഷ് ആയിട്ടില്ല. ഞങ്ങള് കാശ്മീർ പോയ സമയത്ത് ഞങ്ങള് നടക്കാൻ പോയിരുന്നു. കണ്ട ഒരു വക്കീലാത്രേ. രാവിലെ കുളിച്ചിട്ടില്ല. ഡോക്ടർ ഉഷാറായിട്ട്. ഇന്നലെ ഈ ഡ്രസ് അല്ലായിരുന്നു. ഡോക്ടർ ഇന്നലെ ഡ്രസ് മാറിയിട്ടുണ്ട്. അവിടെ നിൽക്കും വക്കീലെ. ഞാനുണ്ട്. നിങ്ങക്ക് കാൽച്ചായ കിട്ടിയോ? ഇല്ലേ? ഞാൻ രാവിലെ എണീറ്റ് കാൽച്ചായൊക്കെ പോയി കുടിച്ച് മേലെ കയറി. 10ാം നില കയറി. കാൽച്ചായൊക്കെ കുടിച്ച് ഫ്രഷായി. ഇവിടെ മൂടി പോച്ച കടന്നു. ഞാൻ 6 മണിയായപ്പോ എണീറ്റു. ഹസ്ബൻഡ് അല്ലേ? എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? മൊട്ടാസി. മൊട്ടാസി. അപ്പം ഇനി കപ്പലിലെ ഫിറ്റ്നസ് സെൻറ്റർ കാണിച്ചു തരാം കേട്ടോ.
വർക്കൗട്ടും അതുപോലെ മെഷീൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു ഹാൾ കേട്ടോ. നല്ല നല്ല മെഷീൻസും ഉണ്ട് കേട്ടോ. നമ്മളിവിടെ വർക്കൗട്ടും ജിമ്മൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു ഹാളുണ്ട്. അവിടെ പോവുകയാണേ. ഈ ഷിപ്പിന്റെ ഈ ഇങ്ങേ തലക്കിൽ നല്ല ലാഞ്ചലാട്ടോ. നമ്മൾ തോണി കയറുന്ന പോലെ തന്നെ ഒരു സൈഡിലോട്ട് വരുമ്പം ഭയങ്കര ആട്ടാട്ടോ. അപ്പം നമ്മൾ മേലേക്ക് പോയിട്ട് ഫ്ലോറിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട്. അപ്പം നമ്മൾ വിളിച്ചിട്ട് കിട്ടാത്ത ചങ്കികളൊക്കെ ഇവിടെ റേഞ്ച് ഇല്ല. മക്കളെ ഞാൻ അവിടെ പോയി എടുക്കുക എന്ന് പറഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരാൾ അവിടെ ഛർദ്ദിച്ച് കിടക്കുന്നുണ്ട്. ഒരു ദിവസമൊക്കെ എൻജോയ് ചെയ്യാന്നുള്ളൂ കേട്ടോ. നല്ല ഒമറ്റ് ചെയ്യാൻ വരും. വൈകുന്നേരം ആയാലും ഇങ്ങനെ നമ്മൾ തിരുവാതിലിങ്ങനെ ബോട്ടപ്പ് കളിക്കരുത്. ഇങ്ങനെ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും അങ്ങനെ കേട്ടോ. ഈ തോണി ലാഞ്ചിൻ്റെ പോലെ നമ്മൾ ഈ കാർണിവലിനൊക്കെ പോയാൽ ഇങ്ങനെ തോണിയിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലാഞ്ച് വരാം. അതുപോലെയാണ് കേട്ടോ. ബാത്റൂമൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. നല്ല വൃത്തി നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ കുളിക്കണ അപ്പോൾ ഞങ്ങളെ കൂടെ വന്ന് സഫിയാത്ത ഒമറ്റ് ചെയ്ത് ടയേർഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളൊന്ന് കുളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. ടയേർഡാവുക എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടിട്ട് ഒരാട്ടം തലയ്ക്ക് ഇങ്ങനെ. നമ്മൾ ഈ തോണിയിൽ തിരുവാതിരക്ക് വാമ്പ് കളിക്കൂലേ, തോണിയുടെ തലക്ക് ഇരുന്നാലും എങ്ങനെ ഉണ്ടാവും അതുപോലെ കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇന്നലെ ഈ സാറ് ഹോമിയോ മെഡിസിൻ തന്നു കേട്ടോ. എനിക്കും തസ്നിക്കൊക്കെ ഇങ്ങനെ ടയേർഡാകും തന്നെ.
അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഒരു ഉറക്കണ്ട് ഉറങ്ങി എണീറ്റപ്പോൾ ശരിയായി. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ നമ്മൾ ആടുന്നുണ്ട് കേട്ടോ, നടക്കുന്നിടത്തോളം ആട് തന്നെയാണ്. പക്ഷെ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ആട്ടവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് നടക്കുന്നത്. കുടിക്കാതെ ആടുന്നുണ്ട്. ഇപ്പം ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഡാൻസ്, നമുക്ക് എന്താ പറയുക, സുംബ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ മേലെ അപ്സ്റ്റെയറിൽ 10ാമത്തെ ഫ്ലോറിലല്ലേ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നല്ല രസമാണ്. സത്യത്താനെ ഞങ്ങൾ കുളിപ്പിക്കുകയാണ്. സത്യത്തെ കുളിച്ച് റെഡിയായി വരിട്ടോ. നല്ലോണം തലയിൽ കൂടെ വെള്ളം പാരിട്ടോ. കുറച്ച് വെള്ളം നന്നായിട്ട് കുടിക്കും. വൈഫിന് അസ്കറിനെ കാണാനില്ല. അപ്പൊ അസ്കറിന്റെ വൈഫിനെ കൊണ്ട് ഇങ്ങനെ കടക്കാൻ നിങ്ങളുടെ റൂമിലും മറ്റേ പടി ഞാൻ ശരിയാവില്ല. എന്തായാലും നിങ്ങളെ മെഡിസിനോട് ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങളെ ആട്ടം നിന്നു. അപ്പൊ പറയായിരുന്നു ഞാൻ വ്ളോഗില്, ഞങ്ങൾക്ക് ഇന്നലെ അലി സാറ് കുറച്ച് മെഡിസിൻ തന്നു. അതില് ഞങ്ങൾ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ശരിയായി. മഞ്ഞക്കിളി മന്ദം മന്ദം നടന്നു വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡോക്ടർ ജെസി AK ജയചന്ദ്രൻ അല്ലേ, ഗിന്നസ് ബുക്കിലേക്ക് വന്നേ നമ്മുടെ വൈറലായ ജയചന്ദ്രൻ സാറാണിത്. സാറും നമുക്ക് എല്ലാവർക്കും മറ്റേ മെഡിസിൻ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ദാ ഇപ്പോഴും മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സഫിയാത്താക്ക് അല്ലേ? സഫിയാത്ത ഒന്നും ഒമറ്റ് ചെയ്തു കേട്ടോ, 2 പ്രാവശ്യം. അപ്പൊ എനിക്ക് ഈ വെള്ളം കൂടി ഉണ്ട് വീട്ടിലെ പോലെ. എവിടെ ഉണ്ട് കൂടെ വെള്ളം വേണം. ഇവിടെ അലിസാറിന്റെ മെഡിസിൻ ഉണ്ട് കേട്ടോ. 8 കഴിച്ചാൽ മതി അല്ലേ? നമ്മൾ ഈ പഴയ കാലത്തിലോട്ട് വന്നിട്ടോ. ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആൾക്കാർ എങ്ങനെയായിരുന്നു? ഇന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, ഇത്ര സമയത്ത് വെയിലിങ്ങനെ പോണ സമയത്ത് അവിടെ ആ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുക, ഇവിടെ ഈ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുക. അതുപോലെ സുബിക്ക് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് കാണുക. അങ്ങനെ ആയില്ല, അങ്ങനല്ലായിരുന്നോ? അതുപോലെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ കപ്പലിൽ ഫോണൊന്നും ആരും ഉപയോഗിക്കണേ ഇല്ല, ടൈം നോക്കണില്ല. നമ്മള് വൈഫൈ ഇല്ലാത്തതുകൊണ്ട് വൈഫൈ ഇല്ല, നെറ്റ് ഇല്ല, റേഞ്ച് ഇല്ല, ഫോണ് കോൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ എല്ലാരും ഇന്ന സമയം, നമ്മൾ ഫോണിൽ എന്തായാലും നമുക്ക് സമയം അറിയുന്നുണ്ട്. അപ്പൊ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വരിക. അങ്ങനെ ഇപ്പൊ ഞങ്ങളെ പ്ലാനിങ് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. അല്ലാണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യാൻ ഒന്നിനും പറ്റില്ല. ഒന്നിനും ഒരു ഫോണില്ല, വാട്സപ്പ് ഇല്ല. ആ പഴയ ഒരു ഇതിലേക്ക് വന്ന് നമ്മളല്ലേ ഏകദേശം ഒരു 80-85 അതിന്റെ മുമ്പിലോട്ട് പോയി. ആ കാലഘട്ടത്തിലോട്ട് കൊറേ സംസാരിച്ചിരിക്കും. അതൊക്കെ തന്നെ രസട്ടെ. ഇത് വേറൊരു വൈബാണ്. ആട്ടത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലേ ഇടയ്ക്കിങ്ങനെ. ഞങ്ങൾക്കൊരു ഷോ കാണാണ്ടായിരുന്നു അല്ലേ? എന്തിന്റെയാണ്? സ്കിറ്റും പാട്ടൊക്കെ ആയിട്ട് ഇരുന്നങ്ങോട്ട് ഉറങ്ങി. ഞാൻ ആലി സാറിന്റെ ഒരു മെഡിസിൻ ഞങ്ങൾക്ക് 2 ഇന്നലെ തന്നിട്ട് ഞങ്ങൾ 2 ഒരുമിച്ച് ഉറങ്ങി. പിന്നെ ഡാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടി. അതുപോലെ ഇന്ന് ഞാൻ ആ ഹാളിൽ ഇരുന്ന് ആ സ്കിറ്റിന്റെ സമയത്തൊക്കെ ഉറങ്ങും. ഡാൻസ് വരുമ്പോന്നുണ്ട് എണീക്കും. നല്ല രസാട്ടോ. എന്തായാലും എൻജോയ് ചെയ്യാട്ടോ. എന്താ ആട്ടുണ്ടെങ്കിലും നമ്മുടെ കൂടെ ഉള്ള സഫിയാത്ത നല്ല ഛർദിയാട്ടോ. നമുക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. നമുക്ക് വേറെ ആർക്കും അങ്ങനെ വലിയ പ്രശ്നമായിട്ടില്ല. എന്നാലും കുറച്ചൊരു സീ സിക്നെസ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ മക്കളെ രാവിലെ തന്നെ എണീറ്റ് ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ട് കേട്ടോ. സൂര്യൻ ഉദിച്ചു വരുന്നത് ഇങ്ങനെ കാണുകയും ചെയ്യാല. അതാ കുഞ്ഞാക്കും ഉണ്ട്. മക്കളെ രാവിലെ തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നാ കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണുകയും ചെയ്യാലോ. ഗുഡ് മോർണിംഗ്. സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ വേണ്ടി വന്നാട്ടോ.
രാവിലെ വലിയ കാറ്റും സൗണ്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനും കുഞ്ഞാക്കും കൂടി ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ വേണ്ടി ഇവിടെ 5 മണിക്ക് തന്നെ ഞങ്ങൾ 5 മണിക്ക് തന്നെ എണീറ്റപ്പം പെട്ടെന്ന് പോകും കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ നമ്മളിന്ന് കപ്പലിന് ഇറങ്ങാൻ പോണ ദിവസമാണ്. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ വേണ്ടി ഇങ്ങനെ വന്നത്. അപ്പോൾ നന്ന രാവിലെ ഇവിടെ ഇങ്ങനെ കാറ്റ് വലിയ പ്രശ്നമല്ല കേട്ടോ. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഫോൺ ഇങ്ങനെ പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ആടിയും കൊണ്ടേ ഇരിക്കും കേട്ടോ. നല്ല രസമാണ് കാണാൻ കണ്ടോ. അപ്പോൾ 2 ദിവസം നമ്മൾ കപ്പലിലായിരുന്നു. അപ്പോൾ 2 ദിവസത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കപ്പലിങ്ങനെ ലാഞ്ചിനുണ്ട് കേട്ടോ. അപ്പം ചില ആളുകൾക്ക് കോമൻറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ചില സ്ഥലങ്ങളിലുള്ളൂ കേട്ടോ. അത് എന്തായാലും എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു. ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്, ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിട്ടോ. അപ്പം നമ്മളിവിടെ സൺറൈസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. വിഷ്ണു സാർ അവിടെ ക്യാമറയ്ക്ക് വെച്ച് കേട്ടോ. ഒരുപാട് സമയമായി. പക്ഷെ സൂര്യൻ ഇങ്ങനെ മേഘത്തിനുള്ളിൽ വന്ന് അല്ലേ പൊങ്ങാണ്ട് നിൽക്കുകയാണ്. സൂര്യൻ അവിടെ പതുങ്ങിയിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടാ തോന്നുന്നുണ്ട്. അപ്പം മക്കളെ ഒരുപാട് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു. വീഡിയോയിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഒരുപാട് ലെങ്ത്ത് കൂടിയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വോയിസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും ചിലപ്പം. അപ്പോൾ അതൊക്കെ ക്ഷമിക്കണം. ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.